എന്നെ വിവാഹം കഴിക്കാൻ വരുന്ന ആൾക്ക് മുൻ ഭാര്യയിൽ 2 മക്കളുണ്ടെന്നും അയാൾക്ക് എന്നേക്കാൾ ഇരട്ടിയിലധികം വയസ്സുണ്ടെന്നും എനിക്കറിയാമായിരുന്നു. കാഴ്ചയിൽ വ്യക്തമായ പ്രായവ്യത്യാസം തോന്നിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നിട്ട് പോലും ഞാൻ എതിർത്തില്ല. എനിക്കറിയാം അയാളുടെ ആവശ്യം ആ കുട്ടികളെ നോക്കാനും അവരെ പഠിപ്പിക്കാനും വിദ്യാഭ്യാസമുള്ള ഒരാളെയും അതിൻ്റെ കൂടെ അയാളുടെ ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ഒരു ശരീരവുമാണ് അയാൾക്ക് വേണ്ടതെന്ന്. അയാൾ സിംഗപ്പൂരായതുകൊണ്ടാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. കാരണം ഇതുവരെ ഞാൻ അനുഭവിച്ച ഭയപ്പാടുകളിൽ നിന്ന് എനിക്കൊരു രക്ഷപ്പെടൽ അത്യാവശ്യമായിരുന്നു. അപമാനത്തിൻ്റെ തീച്ചൂളിൽ വെന്തുരുകയായിരുന്നു ഞാൻ ഇതുവരെ. അതുകൊണ്ട് തന്നെ അവർക്ക് മുന്നിൽ സ്വമേധയാ ഞാൻ കഴുത്ത് നീട്ടിക്കൊടുത്തു. പുതിയ ജീവിതം തുടങ്ങാൻ മണിയറയിൽ ഞാൻ അയാളുടെ വരവും കാത്തിരിക്കുകയാണ്. അല്പസമയത്തിനകം അവർ വരും. അന്നേരമാണ് കഴിഞ്ഞതെല്ലാം ഞാൻ ഒന്നുകൂടി ഓർത്ത്. എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു, എന്നാൽ അവയെല്ലാം കയ്യെത്തും ദൂരത്തുണ്ടായിരുന്നു. എന്നിട്ടും അവയെല്ലാം കാറ്റിൽ പറന്നുപോയി. വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് യുവാത്തിൽ പങ്കെടുത്തത്. എങ്ങനെ നടക്കേണ്ടിയിരുന്ന ചടങ്ങായിരുന്നു. എല്ലാം വിധിയുടെ കുത്തൊഴുക്കിൽ വഴിമാറിപ്പോയി. അച്ഛൻ്റെയും അമ്മയുടെയും ഏകമകൾ, ആഗ്രഹിക്കുന്നതെല്ലാം വാങ്ങിത്തരാൻ മത്സരിക്കുന്ന ഒരച്ഛനും അമ്മയും. എല്ലാ സൗകര്യങ്ങളും എനിക്കുണ്ടായിരുന്നു. ഏറ്റവും വലിയ ലാളനയിലാണ് ഞാൻ വളർന്നത്. എന്നാൽ അവനെ കാണാൻ തുടങ്ങിയത് മുതൽ അവൻ മാത്രമായിരുന്നു മനസ്സിൽ. എൻ്റെ സ്വന്തം ബന്ധങ്ങളെക്കാളേറെ ഞാൻ അവനെ സ്നേഹിച്ചു. ഏറ്റവും സുന്ദരമായ മുഖം, തേൻ പുരണ്ട വാക്കുകൾ, കുഴപ്പമില്ലാത്ത ജോലി, നല്ല വസ്ത്രധാരണം, വശ്യമായ പുഞ്ചിരി, വലിയ വീട്, യാത്ര ചെയ്യാൻ സ്വന്തമായി കാറും ബൈക്കും, ചെലവഴിക്കാൻ ഇഷ്ടം പോലെ പണം. ഏതൊരു പെണ്ണ് വീണു പോയേക്കാവുന്ന അവസരം. ഈ പറഞ്ഞതെല്ലാറ്റിനു മുമ്പിൽ ഞാനും വീണു. പ്രണയത്തിൻ്റെ വിശ്വാസ്യത ഉറപ്പിക്കാനായി അവൻ്റെ വീട്ടിൽ ആളില്ലാത്ത അവസരങ്ങളിൽ ഞങ്ങൾ പലപ്പോഴും ഒത്തുചേർന്നു. നീ എന്നാൽ ഈ വീട്ടിലേക്ക് തന്നെ വരേണ്ടവളല്ലേ എന്നവൻ്റെ തേൻ പുരട്ടിയ വാക്കുകൾ എനിക്ക് എല്ലാറ്റിനുമുള്ള ധൈര്യം നൽകി. അതോടെ അവന് മുന്നിൽ എൻ്റെ ശരീരത്തിൻ്റെ സുരക്ഷാ വലയങ്ങളായ വസ്ത്രങ്ങൾ ഓരോന്നായി അടർന്നു വീണു. നമ്മുടെ ഹണിമൂൺ കുളു, മണാലി, സിംല എന്നിവിടങ്ങളിലായി 1 മാസത്തോളം നമുക്ക് ആഘോഷിക്കണമെന്ന അവൻ്റെ ചുംബനം ചാർത്തിയുള്ള വാക്കുകളിൽ മയങ്ങി. ഞാൻ അവനെ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്ന് കാണിക്കാൻ പിറന്നപടി അവന് മുന്നിൽ അവൻ്റെ എല്ലാ പേക്കൂത്തുകൾക്കും നിർഭയം നിന്നുകൊടുത്തു. അവൻ്റെ ആ സമയത്തെ സന്തോഷങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായി നിലകൊള്ളുകയും സഹകരിക്കുകയും ചെയ്തു. എന്നാൽ ഞങ്ങളെ കൂടാതെ 3-മതൊരാൾ കൂടി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നെന്ന് എനിക്കപ്പോൾ അറിയില്ലായിരുന്നു. അടുത്ത ഇര അവൻ്റെ വലയിൽ കുടുങ്ങിയപ്പോൾ അവൻ എന്നോട് പറഞ്ഞ വാക്കുകളും സ്നേഹവും എല്ലാം കാറ്റിൽ പറന്നു. തുടർന്ന് അവനോട് അതിനെ ചൊല്ലി വഴക്കടിച്ചപ്പോൾ ഞാനും അവനും തമ്മിൽ രഹസ്യമായി ചെയ്തെല്ലാം ഒപ്പിയെടുത്ത ആ 3-മനെ വാട്സാപ്പ് വഴി അവനെൻ്റെ ഫോണിലേക്ക് അയച്ചു തന്നു. അവൻ അയച്ചു തന്ന എല്ലാ തുണ്ട് വീഡിയോകളിലും പരിപൂർണ നഗ്നയായ ഞാനും കഴുത്തിന് താഴോട്ട് മാത്രമുള്ള അവൻ്റെ നഗ്ന ശരീരവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകണ്ടത് ഞാൻ ഞെട്ടി. ആ 3-ാം കണ്ണ് എല്ലാ കൃത്യവും വ്യക്തമായി പകർത്തിയിരുന്നു. മനഃപൂർവ്വം ചതിക്കപ്പെടുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയതും ഞാൻ ആകെ തകർന്നുപോയി. അപകടം മനസ്സിലാക്കി അതുവരെ അവനുമായിട്ടുണ്ടായിരുന്ന എല്ലാ ബന്ധങ്ങളും ഞാൻ അവസാനിപ്പിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായിരുന്നില്ല. എൻ്റെ കല്യാണം ഉറപ്പിക്കാൻ പോവുകയാണെന്ന് എങ്ങനെയോ മനസ്സിലാക്കിയ അവൻ പിന്നെയും വിളിച്ച് കൂടെ ചെല്ലണമെന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തി. അതിന് പക്ഷേ ഞാൻ തയ്യാറല്ലായിരുന്നു. എന്നെ ഭയപ്പെടുത്താൻ ഉപയോഗപ്പെടുത്തുന്നല്ലാതെ അവൻ ആ വീഡിയോ ക്ലിപ്പുകൾ പരസ്യപ്പെടുത്തി എന്നെ തേജോവധം ചെയ്യില്ലെന്ന് കരുതി എനിക്ക് അവിടെയും തെറ്റി. അവൻ വിളിച്ചിട്ട് ചെല്ലാത്തതിൻ്റെ പ്രതികാരമായി അവനെൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ അന്ന് രാവിലെ വാട്സാപ്പിലൂടെ ആ വീഡിയോകൾ എന്നെ കല്യാണം ഉറപ്പിക്കാൻ വരുന്നവനും അവൻ്റെ തന്നെ ചില കൂട്ടുകാർക്കും അയച്ചു കൊടുത്തു. ആ കൂട്ടുകാർ മുൻപിൻ നോക്കാതെ ശരവേഗത്തിൽ തന്നെ മൊബൈലുള്ള സകല കൈകളിലേക്കും അത് കൈമാറ്റം ചെയ്തതോടെ ഒറ്റ നിമിഷം കൊണ്ടെല്ലാം മാറി മറിഞ്ഞു. പ്രണയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ പേരിൽ ഞാൻ ചെയ്തു കൂട്ടിയതെല്ലാം ജീവിതത്തിൽ എനിക്ക് തന്നെ തിരിച്ചടികളായി. അതോടെ സ്വപ്നം കണ്ടിരുന്ന സന്തോഷകരമായൊരു ജീവിതത്തിൻ്റെ അന്ത്യം കുറിക്കപ്പെട്ടു. നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബക്കാർക്കും മുന്നിൽ ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ പിഴച്ചവളും വേശ്യയുമായി. എൻ്റെ കുടുംബത്തിന് ഞാൻ കാരണം ചീത്തപ്പേരായി. എന്തിൻ്റെ പേരിലായാലും ഇതുപോലൊരു കെണിയിൽപ്പെടുന്ന പെണ്ണിൻ്റെ അവസ്ഥ പോലെ ഭീകരമായൊരവസ്ഥ പെണ്ണിന് വേറെയില്ല. വിശ്വസിച്ചർപ്പിച്ച കൈകൾ തന്നെ ചതി ചെയ്യുമ്പോൾ എന്ത് ചെയ്യാനാണ്? അവനൊരിക്കലും മനസ്സിലാവുന്നില്ല. എങ്ങാനും പിടിക്കപ്പെട്ടാൽ ആത്മഹത്യയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് അറിവുണ്ടായിട്ടും അവനോടുള്ള സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പുറത്താണ് എന്നെപ്പോലുള്ളവർ ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നതെന്ന്. അവനത് മനസ്സിലാവാത്തതല്ല. ഒരു പെൺകുട്ടിയെ തൻ്റെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവൻ അവളുടെ വസ്ത്രത്തിൻ്റെ അഴിഞ്ഞു കിടക്കുന്ന ഒരു ഹുക്ക് കണ്ടാൽ അത് കോർത്തിരുന്നവനാണെന്നും, എന്നാൽ എത്ര വലിയ സ്നേഹത്തിൻ്റെ പേരിലാണെങ്കിലും അവളുടെ വസ്ത്രത്തിൻ്റെ ഹുക്ക് അഴിക്കാൻ ശ്രമിക്കുന്നവൻ നമ്മുടെ സ്വന്തം മന്ദകനാണെന്ന് നമ്മൾക്ക് മനസ്സിലാവാത്തതാണ്. ഒരു പെൺകുട്ടിയെ തൻ്റെ ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിയുന്ന ഒരുവൻ അവളുടെ ശരീരത്തെ മാത്രമാണ് സ്നേഹിച്ചിരുന്നത് എന്നാണ് പൊതുവെ പറയുക. എന്നാൽ സത്യത്തിൽ അവൻ അവളുടെ ശരീരത്തെയാണോ സ്നേഹിക്കുന്നത്? അങ്ങനെയെങ്കിൽ എന്തിനാ അവളെ ഉപേക്ഷിക്കുന്നു?
അവളിൽ അപ്പോഴും ആ ശരീരമില്ലേ? സത്യം എന്താണെന്ന് വെച്ചാൽ ചില ആണുങ്ങൾ നമ്മളെയാണ് സ്നേഹിക്കുന്നത് നമുക്ക് വെറുതെ തോന്നുന്നതാണ്. അങ്ങനെയുള്ളവർ സ്നേഹിക്കുന്നത് നമ്മളെയോ നമ്മുടെ ശരീരത്തെയോ അല്ല. സത്യത്തിൽ അവർ സ്നേഹിക്കുന്നത് അവൻ്റെ സ്വന്തം ലിംഗത്തെ മാത്രമാണ്. തൻ്റെ ലിംഗത്തിൻ്റെ സുഖമായ സഞ്ചാരത്തിനും അതിനെ ഉദ്ദീപിക്കാനും തൃപ്തിപ്പെടുത്താനും അതുവഴി അവന് ലഭിക്കുന്ന പരമമായ സുഖത്തിനും സന്തോഷത്തിനും ആനന്ദത്തിനും വേണ്ടി മാത്രമാണ് അവന് പെണ്ണ്. ഏകമകളുടെ കാമകേളികൾ പുറത്തറിഞ്ഞതിൻ്റെ അന്ന് രാത്രി ജീവിതത്തിലെ മറ്റൊരു ദുരന്തമായി എൻ്റെ അച്ഛനും ആത്മഹത്യ ചെയ്തു. അതോടെ ഒന്ന് തേങ്ങാൻ പോലും ആവാതെ എൻ്റെ ഉള്ളിലെ പ്രാണൻ വിറങ്ങലിച്ചു പോയി. മരിച്ചു കിടക്കുന്ന അച്ഛനെ കാണാൻ വന്ന സകലരുടെയും നോട്ടം എന്നിലായിരുന്നു. ഇവളെല്ലാം ഒരു പെണ്ണ് എന്നതായിരുന്നു ആ നോട്ടത്തിൻ്റെ എല്ലാം അർത്ഥം. മരണപ്പെട്ട് കിടക്കുന്ന അച്ഛൻ്റെ അടുത്ത് മറ്റുള്ളവരെ ഭയപ്പെട്ട് കണ്ണുകൾ ഇറുക്കി അടച്ചാണ് ഞാൻ ഇരുന്നത്. ഒരിക്കൽ പോലും കണ്ണുകളൊന്നും തുറക്കാനുള്ള ധൈര്യം എനിക്കുണ്ടായില്ല. എന്നാൽ അന്ന് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം അമ്മ എന്നെ ചേർത്ത് പിടിക്കുകയും വലുതായൊന്നും പറയുകയും ചെയ്തില്ല എന്നതാണ്. അതുപോലെ എൻ്റെ അമ്മയുടെ ആങ്ങളമാർ എന്നെ ഞാൻ സ്നേഹിച്ചവൻ ചതിച്ചതാണെന്ന് മനസ്സിലാക്കി എൻ്റെ കൂടെ നിന്നു. എന്നാൽ നാട്ടിലൊന്ന് തല കാണിക്കാനാവാത്ത വിധം എൻ്റെ വിധി മാറിപ്പോയിരുന്നു. അന്ന് തൊട്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ഞാനൊരു മുറിയിൽ തളക്കപ്പെട്ടു. പലർക്കും എന്നെ അവർക്ക് കൂടി കിട്ടുമോ എന്നായിരുന്നു അറിയേണ്ടിയിരുന്നു. പിന്നീട് ഇതൊന്നറിയാതെ എനിക്ക് വന്ന കല്യാണ ആലോചനകളെല്ലാം നാട്ടുകാർ തന്നെ മുടക്കി. കുറേ സഹിച്ച ഞങ്ങൾ പിന്നെ കുറച്ചെങ്കിലും സ്വസ്ഥത തേടി ജനിച്ച നാട് വിട്ട് മറ്റൊരു നാട്ടിലെത്തി. പല സ്ഥലത്തും ജോലി ചെയ്തു. ചിലരെന്നെ തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന പല ജോലികളും പിന്നെയും വിട്ടുമാറേണ്ടി വന്നു. മണ്ണിൽ വന്നടിയുന്ന പ്ലാസ്റ്റിക് പോലെയാണ് വീഡിയോകൾ. പിന്നീട് ഒരിക്കൽ പോലും അവക്ക് നാശമില്ല. അമ്മ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് പിന്നെയും ഞാൻ പിടിച്ചു നിന്നു. അങ്ങനെ അവസാനം വന്നാണ് ഇപ്പോഴത്തെ ആളുടെ കല്യാണാലോചന. അയാളോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ അയാൾക്കും അതത്ര പ്രശ്നമല്ലായിരുന്നു. അത്രയൊന്നും ഭംഗിയില്ലാത്ത 40 വയസ്സിലധികം പ്രായമുള്ള ഒരാൾക്ക് കാഴ്ചയിൽ സുന്ദരിയായ 20 വയസ്സുള്ള ഒരു ചെറുപ്പം പെണ്ണിനെ കിട്ടുക എന്ന് വെച്ചാൽ അത് ഇതുപോലെയുള്ള ഒരാളെ ആയിരിക്കുമെന്ന് അയാൾക്കും മനസ്സിലായിട്ടുണ്ടാവണം. ഫോൺ ബെല്ലടിക്കുന്ന കേട്ടാണ് പഴയ ഓർമ്മകളിൽ നിന്ന് ഞാൻ ഉണർന്ന് നോക്കുമ്പോൾ അമ്മയാണ്. അമ്മയ്ക്കറിയാം സ്വന്തം സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെട്ടു ഒരു പെൺകുട്ടിയുടെ അവസ്ഥ. അതുകൊണ്ട് തന്നെ എല്ലാം വിധിയായി കണ്ട് സമാധാനിക്കുക എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാനാണ് അമ്മ വിളിക്കുന്നതെന്ന് എനിക്കറിയാം. അമ്മയോട് എനിക്ക് പറയണം, എല്ലാം നഷ്ടപ്പെടുത്തിയ ശേഷം മാത്രം അതോർത്ത് വിഷമിക്കുന്ന ഏക പ്രകൃതി ജീവിയാണ് മനുഷ്യനെന്ന് ഇപ്പോൾ എനിക്കറിയാമെന്ന്. ഞാൻ ഫോണെടുത്തു. അമ്മ പറഞ്ഞു, നിന്റെ പെട്ടിയുടെ അടിയിലായിട്ട് ഒരു കവർ ഞാൻ വെച്ചിട്ടുണ്ട്. നിന്റെ അച്ഛൻ്റെ ആത്മഹത്യയെക്കുറിപ്പാ. പുതിയ ജീവിതം തുടങ്ങും മുന്നേ അതൊന്ന് വായിക്കുക. അതും പറഞ്ഞ അമ്മ ഫോൺ വെച്ചു. അത് കേട്ടത് എനിക്ക് ഒന്നുകൂടെ പേടിയായി. പെട്ടെന്ന് അമ്മയുടെ ആ വാക്കുകൾ എന്നിൽ ഞെട്ടലുണ്ടാക്കിയെങ്കിലും പെട്ടെന്ന് തന്നെ പെട്ടി തുറന്ന് ആ കവറിനുള്ളിലെ കത്തി ഞാൻ പുറത്തെടുത്തു. അത് നിവർത്തിയതും അതിൽ 2 വരിയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എൻ്റെ പാപങ്ങൾ എന്നെ തിരഞ്ഞെത്തിയിരിക്കുന്നു. പെട്ടെന്നൊന്നും മനസ്സിലായില്ലെങ്കിലും പതിയെ പലതും മുന്നിൽ തെളിയാൻ തുടങ്ങി. അമ്മ എന്തുകൊണ്ട് എന്നെ വഴക്ക് പറയാതെ ചേർത്ത് പിടിച്ചു എന്നതടക്കമുള്ള പലതും. അപ്പോഴേക്കും വീണ്ടും അമ്മയുടെ ഫോൺ വിളി വന്നു. ഫോൺ എടുത്തതും അമ്മ പറഞ്ഞു, എല്ലാം തൻ്റെ കഴിവാണെന്ന ധാരണയിൽ ചെറുപ്പത്തിൻ്റെ ആവേശം മൂത്ത് ചതിയിലൂടെ ചെയ്തു കൂട്ടുന്ന ഇത്തരം തിന്മകളുടെ പ്രതിഫലം അവരുടെ പ്രിയപ്പെട്ടവരിലൂടെ കണക്ക് തീർക്കാനായിരിക്കും ചിലപ്പോൾ കാലം കാത്തുവെക്കുക. നമ്മൾ വലിയ മിടുക്കന്മാരാണ് നമുക്ക് വെറുതെ തോന്നുന്നതാ. കാലം എത്ര കഴിഞ്ഞാലും നടന്നു വെട്ടുന്നവനെ വീഴ്ത്താൻ പറന്നു വെട്ടുന്നവൻ അവതരിക്കുക തന്നെ ചെയ്യും. നിനക്ക് സംഭവിച്ചിരിക്കുന്നു അതുപോലെ ഒന്നാ. അവരോട് സംസാരിച്ച ശേഷം ഈ കത്ത് നീ അവർക്ക് നൽകുക. 40-ാം വയസ്സിൽ ഒരാൾ വലിയ ജ്ഞാനിയായില്ലെങ്കിലും കുറച്ചൊക്കെ അനുഭവജ്ഞാനമെങ്കിലും അവർക്ക് ഉണ്ടാവാതിരിക്കില്ല. അവർ നിന്നെ മനസ്സിലാക്കും. പിന്നെ 2ാമത്തെ ജീവിതം ഏറ്റവും മനോഹരമായി ജീവിച്ചു തീർത്ത ഒരുപാട് പേരുണ്ട്. അതും പറഞ്ഞ് അമ്മ ഫോൺ വെച്ചു. അമ്മയുടെ വാക്കുകൾ എവിടേക്കോ എന്നിൽ ആശ്വാസം പകർന്നു. കുറച്ച് കഴിഞ്ഞതും അവർ അങ്ങോട്ട് കടന്നു വന്നു. അതോടെ അമ്മ പറഞ്ഞ 2ാമത്തെ ജീവിതം ജീവിച്ചു തുടങ്ങാൻ ഞാനും പതിയെ തയ്യാറെടുത്തു. ആ അച്ഛൻ്റെ ആത്മഹത്യക്കുറിപ്പ് നമ്മളെ പലതും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആര് ചതിച്ചാലും വഞ്ചിച്ചാലും ആരുടെ പാപത്തിൻ്റെ പരിണിത ഫലമായാലും അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അനുഭവിക്കേണ്ടി വരിക നമ്മളാണ്. നമ്മൾ സ്വയം സൂക്ഷിക്കുക എന്നത് മാത്രമാണ് അതിനൊരു പോംവഴി. ഇതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി വ്യക്തമാണ്. സ്വന്തം പെൺമക്കൾ വളർന്നു വന്നതോടെ ആയ കാലത്ത് പലരും അവരന്ന് ചെയ്തു കൂട്ടിയ പല വേണ്ടാധീനങ്ങളും അതേ നാണയത്തിൽ തന്നെ അവർക്ക് തിരിച്ചു കിട്ടുമോ എന്ന ഭയപ്പാടോടെ ഇന്ന് ജീവിക്കുന്നുണ്ട് എന്ന സത്യം. നമ്മുടെ ചില സമയത്തെ പ്രവൃത്തികൾക്ക് നമ്മുടെ ജീവൻ്റെ തന്നെ വിലയുണ്ടാവും. എന്നാൽ ആ സമയത്ത് നമ്മൾക്കത് തിരിച്ചറിയാൻ കഴിയണമെന്നില്ല. ശരീരം ആവശ്യപ്പെടുന്നത് ആരാണെങ്കിലും, എത്ര വലിയ പ്രലോഭനമാണെങ്കിലും വാഗ്ദാനമാണെങ്കിലും, എത്ര കണ്ട് വിശ്വസിക്കുന്നവനാണെങ്കിലും കെട്ടാൻ പോകുന്നവനാണെങ്കിലും നോ പറയേണ്ടടുത്ത് നോ പറയാൻ ഒരു പെൺകുട്ടിയും മടിക്കരുത്. അഥവാ മടിച്ചു നിന്നാൽ അത് തകർക്കുന്ന നിങ്ങളുടെ ജീവിതം തന്നെ ആയിരിക്കും.